നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. NDA NA പരീക്ഷ സെപ്റ്റംബർ 14. പെൺകുട്ടികൾക്ക് 25 സീറ്റ്. അപേക്ഷ ജൂൺ 17 വരെയാണ്. പ്ലസ് ടുവിന് ശേഷം സൗജന്യമായി പഠിച്ച് കര, നാവിക, വ്യോമസേനകളിൽ കമ്മീഷൻഡ് ഓഫീസർമാരാകാൻ വഴിയൊരുക്കുന്നതാണ്. പൂനെ ഖഡഗ്വാസാല നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെയും കണ്ണൂർ ഏഴിമല നേവൽ അക്കാദമിയിലെയും പരിശീലനം. ഇതിലേക്ക് കേഡറ്റുകളെ തിരഞ്ഞെടുക്കുന്നതിന് UPSC സെപ്റ്റംബർ 14 ദേശീയ തലത്തിൽ പരീക്ഷ നടത്തും. ജൂൺ 17 രാത്രി 11:59 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് UPSC ഓൺലൈൻ NIC.in ആണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അപേക്ഷ കിട്ടുന്ന മുറയ്ക്കാണ് കേന്ദ്രം അലോട്ട് ചെയ്യുന്നത്. നേരത്തെ അപേക്ഷിക്കുന്നത് നന്ന്. ആകെ സീറ്റ് 406. NDA ആർമി 208. ഇതിൽ 10 വനിതകൾക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നേവിയിൽ 42 സീറ്റ്. ഇതിൽ 5 വനിതകൾക്ക് സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. എയർഫോഴ്സ് 120, ഫ്ലൈയിങ് 92, ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക് 18, ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക് 10. ഈ 3 വിഭാഗങ്ങളിലും 2 വനിതകൾ വീതമുണ്ട്. ഏഴിമല നേവൽ അക്കാദമിയിൽ 36, അതിൽ 4 വനിതകളാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളീയ വിദ്യാർത്ഥികൾക്കെല്ലാം കേരള സർക്കാരിൻ്റെ 2 ലക്ഷം രൂപ സ്കോളർഷിപ്പും ഉണ്ട്. പ്രവേശന യോഗ്യതകൾ: നാവിക വ്യോമസേനകളിലേക്ക് പ്ലസ് ടുവിന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ പഠിച്ചിരിക്കണം. IC വിഷയങ്ങൾ ഏതായാലും കരസേനയിൽ പരിഗണിക്കും. അതേസമയം ഇവർക്കും പരീക്ഷയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങളുണ്ടാവും. ജനനം 2007 ജനുവരി 1 മുൻപോ 2010 ജനുവരി 1 ശേഷമോ ആയിക്കൂടാ. അവിവാഹിതരായിരിക്കണം. മികച്ച ആരോഗ്യവും നിർദ്ദിഷ്ട ശാരീരിക യോഗ്യതകളും വേണം. വിശുദ്ധ വൈദ്യ പരിശോധനയും ഉണ്ടാകും. എഴുത്തു പരീക്ഷയുടെ സിലബസ് UPSC വിജ്ഞാപനത്തിലുണ്ട്. എഴുത്തു പരീക്ഷയിലെ പ്രകടനം നോക്കി അപേക്ഷകരെ റാങ്ക് ചെയ്ത് SSB ഇൻ്റർവ്യൂ നടത്തും. ഇതിനായി ആർമി, എയർഫോഴ്സ് 1ാം ചോയ്സുള്ള ജോയിൻ ഇന്ത്യൻ army.nic.in എന്ന സൈറ്റിൽ, നേവി 1ാം ചോയ്സുള്ളവർ ജോയിൻ ഇന്ത്യൻ നേവി.gov.in എന്ന വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് SSB കേന്ദ്രവും തീയതിയും അറിയിക്കും. വ്യോമസേന ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ചേരേണ്ടവർ കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം CPSS പരീക്ഷ കൂടി ജയിക്കണം. ഒരു തവണ മാത്രം പങ്കെടുക്കാവുന്ന പരീക്ഷയാണത്. നേവി പൈലറ്റ് നിയമനത്തിന് CPSS ജയിച്ചിരിക്കണം. UPSC online.nic.in എന്ന സൈറ്റിലെ എക്സാമിനേഷൻ വ്യൂ എക്സാമിനേഷൻ നോട്ടീസിൽ ലിങ്കിൻ്റെ വിജ്ഞാപനമുണ്ട്. സംശയ പരിഹാരത്തിന് ഫോൺ നമ്പർ 011-240-41001. CDS വഴി സൈന്യത്തിൽ 453 ഒഴിവുകളാണ്. അപേക്ഷ 17-ാം തീയതി വരെ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് പരീക്ഷയ്ക്ക് UPSC അപേക്ഷ ക്ഷണിച്ചു. സ്ത്രീകൾക്കുള്ള നോൺ ടെക്നിക്കൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ കോഴ്സ് ഉൾപ്പെടെ വിവിധ സൈനിക വിഭാഗത്തിൽ 453 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ജൂൺ 17 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. UPSC online.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സെപ്റ്റംബർ 14 പരീക്ഷ. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കേന്ദ്രങ്ങളുണ്ട്. കോഴ്സുകളും ഒഴിവുകളും പ്രായപരിധിയും യോഗ്യതയും നോക്കാം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിൽ 100 ഒഴിവുകളാണ്. ഇതിൽ 13 NCC സർട്ടിഫിക്കറ്റ് ആർമി വിങ്ങുകാർക്കുള്ളതാണ്. അവിവാഹിതരായ പുരുഷന്മാരായിരിക്കണം. 2002 ജൂലൈ 2 മുൻപും 2007 ജൂലൈ 1 ശേഷവും ജനിച്ചവരാകരുത്. യോഗ്യത ബിരുദമാണ്. നേവൽ അക്കാദമി ഏഴിമലയിൽ 26 ഒഴിവ്. ഇതിൽ 6 നേവൽ വിങ് NCC സർട്ടിഫിക്കറ്റുകാർക്കുള്ളതാണ്. അവിവാഹിതരായ പുരുഷന്മാരായിരിക്കണം. 2002 ജൂലൈ 2 മുൻപും 2000 ജൂലൈ 1 ശേഷവും ജനിച്ചവരാകരുത്. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദമാണ്. എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിൽ 32 ഒഴിവുകളാണ്. ഇതിൽ 3 എയർ വിങ് NCC സർട്ടിഫിക്കറ്റുകാർക്ക് മാത്രം. പ്രായം 20 മുതൽ 24. 2002 ജൂലൈ 2 മുൻപും 2006 ജൂലൈ 1 ശേഷവും ജനിച്ചവരാകരുത്. കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 26 വരെയാകാം. 25-ൽ താഴെ പ്രായമുള്ള അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. യോഗ്യത ബിരുദം. പ്ലസ് ടുവിന് ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം വേണം. ഒഫീഷ്യൽസ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിൽ 276 ഒഴിവുകളാണ്. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. 2001 ജൂലൈ 2 മുൻപും 2007 ജൂലൈ 1 ശേഷവും ജനിച്ചവരാകരുത്. യോഗ്യത ബിരുദമാണ്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ വുമൺ നോൺ ടെക്നിക്കൽ 19 ഒഴിവാണ്. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. അവിവാഹിതരായ സ്ത്രീകൾക്ക് പുറമെ ബാധ്യതകളില്ലാത്ത വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കും അപേക്ഷിക്കാം. 2001 ജൂലൈ 2 മുൻപും 2007 ജൂലൈ 1 ശേഷവും ജനിച്ചവരാകരുത്. യോഗ്യത ബിരുദം. എല്ലാ വിഭാഗങ്ങളിലേക്കും അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. നിശ്ചിത ശാരീരിക യോഗ്യതകൾ വേണം. ശാരീരിക
യോഗ്യതയും സിലബസും അടക്കമുള്ള വിജ്ഞാപനം upsc.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.